കുട്ടനാട് സാനിറ്റോറിയത്തിൻ്റെ ഒരു മരത്തിനകത്ത് ഞാൻ ചുമ്മാ ഇങ്ങോട്ട് കയറിയ അപ്പം മരത്തിനകത്ത് കണ്ട ആളാ. ഇതിലെ വിഷമില്ലാത്തതിനും പാമ്പാണെന്ന് തോന്നുന്നു. ഇത് സ്ത്രീകളുടെ വാർഡ്, അഡ്മിനിസ്ട്രേറ്റീവ്, തിരുഹൃദയ ദേവാലയം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പോൾ ഇതിത്രയും ഈ കാണുന്ന കിഴക്കോട്ടുള്ള റോഡിലാണ്. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. ഭയങ്കര നിഗൂഢത പിടിച്ച സ്ഥലങ്ങളാണ് കേട്ടോ. നിഗൂഢത മീൻസ് ഇവിടെ ആരുമില്ല, അതുകൊണ്ടാണ് നിഗൂഢത തോന്നുന്നത്. പിന്നെ അതിൻ്റെ അകത്തോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ അടുത്ത് ഒരു ടാങ്ക് നിറഞ്ഞു കിടക്കുന്നു. അതിനകത്ത് മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മീനുണ്ടോന്ന് നോക്കട്ടെ. ഓ, മീനുണ്ട് കേട്ടോ, മീനുണ്ട്. വലിയ മീനേതാണ്ടുണ്ട്. നിനക്കും ഉണ്ടായിരുന്നു, അവൻ പോയി. ഇപ്പുറത്തൊക്കെ പൊങ്ങിപ്പോണ്ട് കേട്ടോ. എന്താ വരാലാണോ? വരാലൊന്നുമില്ല, വേറെ രണ്ട് മീനാണെന്നു. ആരാണ്ട് കൊണ്ടിട്ടായിരിക്കും. ഫുള്ള് ഇതിനകത്ത് മൊത്തം കാട് പിടിച്ച് കിടക്കുക. എന്താ സ്ഥലം കണ്ടോ? ഇതാണ് തിരുഹൃദയ ദേവാലയം. കണ്ടോ? പിന്നെ ഇവിടെ മെഴുകുതിരി കത്തിക്കുകയാണ്. ഇവിടെ മെഴുകുതിരി കത്തിച്ചിട്ട് അവർ കത്തിക്കുന്നവരങ്ങ് പോവും. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എല്ലാം കത്തി നാശമാകും. കാര്യം ഇതെല്ലാം മൊത്തം കാടാം. ചെറിയൊരു തീപ്പിരി മതിയല്ലോ. അപ്പോൾ ഇതാണ് ആ പള്ളി. ആരോ ഏതോ ഒരു മനുഷ്യൻ കൊണ്ടുവന്ന് മെഴുകുതിരി കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുറ്റം കണ്ടോ? പള്ളിയുടെ മുറ്റം കാണാൻ നല്ല ഭംഗിയുണ്ട്. കാടാണെങ്കിലും അപ്പം പള്ളി കണ്ടു. ഇനി അമ്പലം കാണാം നമുക്ക്. അമ്പലത്തിൻ്റെ ആർച്ചൊക്കെ കണ്ടോ? അമ്പലം ഇച്ചിരി വലിയ അമ്പലം കേട്ടോ. ഇവിടെ പ്രാർത്ഥനയും പൂജയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ നടക്കുമെന്ന് തോന്നുന്നു. ഇതാണ് അമ്പലം, ശ്രീകൃഷ്ണസ്വാമി അമ്പലം. ആരെയോ തുരുമ്പ് പിടിച്ചൊരു ഗ്ലാമർ ഇരിപ്പുണ്ട്. വണ്ടിയാണേ. അന്തേവാസികൾ ഒഴികെ ബനിയൻ, ബെർമുഡ, പാദരക്ഷ എന്നിവ ഉപയോഗിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത്. ഇപ്പം ആരും പ്രവേശിക്കാനില്ല കേട്ടോ. ഇതാണ് അമ്പലം. സ്റ്റെപ്പൊക്കെ പണിഞ്ഞിട്ടേക്കുന്നുണ്ട്. സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, സ്റ്റേജ് ഉണ്ടായിരുന്നു, കൊടിമരം വരെ ഉണ്ടായിരുന്നു. അമ്പലത്തിലൊന്നും ആരുമില്ല. അങ്ങോട്ടൊരു എൻട്രി കിടപ്പുണ്ട്, പക്ഷേ എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. വലിയ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇനി വിശാലമായൊരു അമ്പലമാണ് കേട്ടോ. ഇങ്ങോട്ടും ഒരു എൻട്രി ഉണ്ട്. എനിക്കൊന്നും വല്ല കുളമൊക്കെ കാണുമായിരിക്കും. എന്നാലും ഒന്ന് ജസ്റ്റ് കയറി നോക്കാം എന്ത് സംഭവിക്കുമോ എന്തോ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. ഓ, അവിടെ കുറേ തോട്ടമൊക്കെ കേട്ടോ. അപ്പോൾ
അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ. അപ്പം അമ്പലം പള്ളിയൊക്കെ കണ്ട്, നൂർനാട് സാനിറ്റോറിയത്തിനകത്തുള്ള അമ്പലം പള്ളിയൊക്കെയാണിത്. ഇത് കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പ് പച്ചക്കറി വികസന പദ്ധതിയായിരുന്നു കേട്ടോ, 2000-ൽ. പക്ഷേ കൃഷിയൊന്നും കാണുന്നൊന്നുമില്ല. ഒന്ന് കിടക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അല്ല, അനാവശ്യമായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ ഇങ്ങനെ പണിഞ്ഞിട്ടേപ്പുണ്ട്, ഒരു പ്രയോജനമില്ല. ഇതൊക്കെ വെറുതെ ഇങ്ങനെ പണിഞ്ഞിട്ടേക്കുക. അതൊക്കെ ഒരു അപ്പച്ചൻ ഇരിപ്പുണ്ട് കേട്ടോ. എന്താ പുള്ളി ബിൽഡിങ്ങൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കാണ്ട. പ്രായമുള്ളവർ പകൽ വീടാത്. അതുവഴി പോകുന്നതാണ് ലെപ്രസി സാനിറ്റോറിയം. പകൽ വീടാകട്ടോ. അങ്ങോട്ട് എന്ത് വന്നു? ഇതെന്ത് ശവകുടീരോ? ഓ, ഇത് ഫിസിയോതെറാപ്പി യൂണിറ്റ് ആണോ? വണ്ടി ഓടുന്നതൊന്നുമല്ല. ഓക്കെ, ബൈ ബൈ.